നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല്, അതായത് ഇതുവരെയും നിങ്ങൾ ഈ വിഷയം വന്നിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് നിങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയും ഒരു മുറ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കും ഇത് കേട്ട് കഴിഞ്ഞാല്. എന്നാല് ഇന്നും ചില പേർക്ക് ആഹാ ഇങ്ങനെയും ഒരു മുറ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ആശ്ചര്യവും തോന്നാം. കാരണം ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം, പിന്നെ ഒത്തിരി കൈപ്പുള്ള വിഷയങ്ങള് നേരിട്ടവര്, അതായത് അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുള്ളവര്. എന്റെ ജീവിതത്തിൽ ഞാന് കണ്ണീര് കുടിച്ചതുപോലെ വേറൊന്നും എനിക്ക് സന്തോഷം എന്നത് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. കരഞ്ഞു തളർന്നു പോയി. അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് വന്നിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന വകയിൽ ഇരിക്കും. ഇത് വന്നിട്ട് സ്ട്രോങ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈസി ആയിട്ട് സോൾവ് ആകും. എന്താണ് ഈ മുറ എന്ന് നമുക്ക് നോക്കാം. അതായത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, സപ്പോസ് ഈ പൊരുൾ കിട്ടിയില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് സൊല്യൂഷനാണ് ഉള്ളത്, എല്ലാം വന്നിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ വന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നല്ല തെളിവാ മനസ്സിലാവും. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം വന്നിട്ട് ഭയങ്കര പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞുല്ലോ. ഇത് വന്നിട്ട് എന്താ പറയച്ചാല്, ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ വന്നിട്ട് ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചവര്, സന്തോഷം എന്തെന്നറിയില്ല, കണ്ണീര് മാത്രമാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്, ജീവിതത്തിൽ സമാധാനം എന്നത് എന്തെന്നേ അറിയില്ല, ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് വിട്ടു, അങ്ങനെ പറയുന്നവർക്ക് കൂടെ ഈ മുറ വന്നിട്ട് നിങ്ങൾ ഒരേ ഒരു തവണ ചെയ്തു നോക്കിക്കോളുക. നിങ്ങൾക്ക് അത്രയ്ക്കും വലിയ ഒരു വിജയം കിട്ടും. ഒന്നുമില്ല, ഇത് രണ്ട് എഴുത്ത് മാത്രമേ ഉള്ളൂ. 2 എഴുത്ത്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അത് വെച്ചിട്ടാണ് ഈ മുറയെ ഇരിക്കുന്നത്. അത് എന്താച്ചാല്, ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ വഴിപാട് ചെയ്യാനായിട്ട് വേണ്ടിയ പൊരുൾ എന്താച്ചാല് ചുണ്ടക്കയാണ്. അറിയാലോ ചുണ്ടക്ക എന്താണെന്ന്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. ചുണ്ടക്ക എന്നത് നമ്മള് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ, അതുപോലെ തന്നെ അൾസറിന് ഈ ചുണ്ടയ്ക്ക വൈദിക രീതിയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉള്ള ഒരു മൂലികയാണ്. മാത്രമല്ല ഈ ചുണ്ടയ്ക്ക എന്ന പൊരുള് താന്ത്രിക രീതിയിൽ എടുത്താല് ഭയങ്കര കൈപ്പുള്ള കാര്യങ്ങൾ, അതായത് കഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ശരി ചെയ്തു തരും എന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അത് എന്ത് പ്രശ്നമായിരുന്നാലും പ്രശ്നമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഇരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തരും. ഞാൻ പറഞ്ഞില്ലേ 2 എഴുത്ത് എന്ന്, അത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഹർ, ഹർ, ഹർ. ശരിയാ? ബീജമന്ത്രം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഇത് വന്നിട്ട് ഒരു വകയായ ബീജമെന്നാണ് സിദ്ധർകളെല്ലാം ഇതിനെ പറയുന്നത്. ഈ ബീജം വന്നിട്ട് പെട്ടെന്ന് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാൽ എന്തിനു യൂസ് ചെയ്യുമെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്കും കഷ്ടപ്പെട്ട് കൈപ്പായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നു കിട്ടാനായിട്ട് ഇത് യൂസ് ചെയ്യും. താങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ശരിപ്പെടുത്തുന്നതിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരാളെ പഴിപോട്ടി, അതായത് ഇല്ലാത്ത കാര്യം അവരുടെ തലയ്ക്ക് അടിച്ചേൽപ്പിച്ചു, കെട്ടിവെച്ചു, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം ഈ പഴിയെ നമ്മുടെ മേലെ നിന്ന് നീക്കി അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വന്നിട്ട് ഈ ഹർ ബീജം വന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, വഴക്കായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടല്ലോ. ചില പേർക്ക് അവരുടെ വീട്ടില് അപശകുനമായ കാര്യങ്ങൾ ഡെയിലിയും നിറയെ നടന്നിട്ടേയിരിക്കും. ഏതോ ഒരു നെഗറ്റീവായിട്ടുള്ള വിഷയം കണ്ടിന്യൂസ്ലി ഇങ്ങനെ വീട്ടിൽ നടന്നിട്ടേയിരിക്കും. കുട്ടികൾക്ക് വന്നിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ ചുരങ്ങ് പൊടിച്ച് അതിന്റെ ഓരോ മുറിവിന്റെ പാടുകളില്ലേ, അത് വന്നിട്ടേയിരിക്കും. പിന്നെ ചില പേർക്ക് ദുർസ്വപ്നം,
അങ്ങനെ കേട്ടിട്ടില്ലേ? പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ വന്നിട്ടിരിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് വിഷയം അത് മനസ്സിൽ നിന്ന് ചോദിച്ചാലും അത് ശരി ചെയ്ത് തരും. ചുണ്ടക്ക വന്നിട്ട് നിങ്ങൾ കടയിൽ കേട്ടാലും കിട്ടും, എല്ലാ വീട്ടില് ചെടി വെച്ചിരിക്കുന്നവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ കിട്ടും, അറിയുമല്ലോ. എബ്രോഡൊക്കെ ഉള്ളവർക്ക് സൂപ്പർ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നതാണ്. ഈ ചുണ്ടയ്ക്ക നിങ്ങൾ എടുത്തിട്ട് ഒരു നീല കളറിലുള്ള പേന കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഹർ എന്ന വേർഡ്, ആ വേർഡ് വന്നിട്ട് വാക്യം വന്നിട്ട് ഈ ചുണ്ടയ്ക്കായാലും നിങ്ങൾ ചെറുതായിട്ട് എഴുതുക. അതില് എഴുതണം നിങ്ങൾ, ശരിയാ? എഴുതിയതിന് ശേഷം ഏത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും കഷ്ടപ്പെടുന്നുവോ, ആരെങ്കിലും പഴിയാക്കി നിങ്ങളുടെ വച്ചിരിക്കുന്നുവോ, കള്ളക്കാര്യങ്ങള് നിങ്ങളുടെ തലയ്ക്ക് ഏൽപ്പിച്ചു, മനസ്സിലായോ? സോ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് കഷ്ടമായിരിക്കുന്നുവോ, നമ്മൾ സഫർ ചെയ്യുന്നത് എന്തോ, അത് വന്നിട്ട് അതിൽ ഒരു കാര്യം ഫേസ്റ്റിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ വാക്യം എഴുതിക്കൊള്ളുക. ഫേസ്റ്റ് വന്നിട്ട് ഒരു കാര്യം മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ, അത് നടന്നു കഴിയുമ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാം. എന്നതിന് ശേഷം ഈ ചുണ്ടക്കയം എന്നിട്ട് നിങ്ങൾ സൂചി നൂലും എടുത്ത് ഒരു മാലയായിട്ട് കോർത്തെടുക്കുക. നൂലിന്റെ കളറ് പച്ച കളറോ വെള്ള കളറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ഇതിനെ ഒരു മാലയാക്കുക. ഇങ്ങനെ ഓരോന്ന് കോർത്ത് കോർത്ത് മാലയാക്കിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാല് ചുണ്ടക്ക എടുത്തിട്ട് ആ എഴുത്ത് നിങ്ങൾ കായൽ എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ ഇതിനെ മാലയായിട്ട് സൂചി നൂലും വെച്ചിട്ട് കോർത്തെടുത്തോളുക. എഴുതുമ്പോൾ തന്നെ ഏത് കാര്യം നിങ്ങൾക്ക് ശരിയാവണമോ അത് 100% നിങ്ങൾക്ക് ഫലം കിട്ടണമെന്ന് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുതിക്കൊള്ളുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ നനച്ച്, അതായത് വരാഹിയമ്മനോ ഇല്ല നിങ്ങളുടെ ആ ഇഷ്ടദൈവം ആരാണോ ഇഷ്ടദൈവത്തിനെ നനച്ച് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇപ്പോ നിങ്ങൾക്ക് മുരുകരെ പൊടിക്കുംന മുരുകരെ നനച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ല വിനായകരാണ്, നിങ്ങൾക്ക് പിള്ളയാരെയാണ് പൊടിക്കുംന പിള്ളയാരെ മനസ്സിൽ നനച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ദുർഗയമ്മനെയും കാളിയമ്മനെയും വഴിപെടുക എന്നത് ഭയങ്കര സിറപ്പാன ഒരു ദിവസം. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക. ദൈവങ്ങളെ നനച്ചിട്ടേ നിങ്ങളിത് ചെയ്തോളുക. വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തോളുക. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം ചെയ്യാന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ചെയ്യാം, വെള്ളിയാഴ്ച ചെയ്യാം, ഞായറാഴ്ച ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. എന്നതിന് ശേഷം ഈ മാല നിങ്ങൾ വീടിനടുത്തുള്ള കോവിലിൽ, നിങ്ങൾക്ക് ഇഷ്ടദൈവത്തിന്റെ കോവിലിൽ കൊണ്ടുവന്ന് അവിടെ ചാർത്താവുന്നതാണ്. അയ്യരോട്, പൂജാരിയോട് ഇത് പറയുക, ഇത് പരിഹാരമായിട്ട് ചെയ്യുന്നതാണ്, ദൈവത്തിന് ചാർത്തിക്കൊള്ളാൻ പറഞ്ഞു കൊടുത്തോളുക. ഇത് നിങ്ങൾ ദൈവത്തിന് ചാർത്തിയാലേ മതി. നിങ്ങൾ എത്ര അരുമയോടെ ആ കാര്യം നിങ്ങൾ ചെയ്യുന്നുവോ നിങ്ങൾക്ക് തിരിച്ചതിന്റെ ബലം വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് കിട്ടിയിരിക്കും. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് കോവിലിൽ പോകേണ്ട, പൂജാറയിൽ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന വരാഹിയമ്മനോടെയോ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെയോ പടത്തിലും നിങ്ങൾക്ക് മാല ചാർത്താവുന്നതാണ്. ശരിയാ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഒരു ചില പേര് പറയുമില്ലേ, നമുക്ക് അർഹത ഇരുന്നാൽ മാത്രമേ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്ന്. യോഗം വന്നാലേ അതിന് പറ്റുള്ളൂ. യോഗം ഇരുന്നാലും നമുക്കത് നടന്നു കിട്ടും. ഇത് ചെയ്യാൻ കൂടെ നമുക്ക് ആ യോഗം ഇരിക്കണം, എങ്കിലേ അത് നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇത് ചെയ്യാനുള്ള ചാൻസ് വന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തോളുക. ശരിയാ? ഭയങ്കര വലിയ ഒരു രീതിക്ക് വന്നിട്ട് ഇത് വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു ചില റൂൾസ് ഇരിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്തതിന് ശേഷം കഴിക്കാമോ എന്ന് ചോദിച്ചാല് ഒഴിവാക്കാൻ പറ്റാത്തവർ കഴിച്ചോളുക. പക്ഷെ ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. മാത്രമല്ല നിങ്ങൾ പീരീഡ്സ് ടൈമിലോ പുലവാലയമോ ഉള്ളപ്പോഴോ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. ശരിയാ? ഇത് ചെയ്യേണ്ട നേരം ഒന്നുകിൽ നിങ്ങൾ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രാത്രിയും ചെയ്യാവുന്നതാണ്. രാത്രി ചെയ്യുന്നവർ 6:30 മണിക്ക് മേലെ ചെയ്തോളുക. രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 9 മണിക്കുള്ളിൽ ചെയ്തോളുക. അന്നത്തെ ദിവസം തീരുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തോളുക. ഭയങ്കരമായിട്ട് ഇത് വർക്കൗട്ട് ആവും. അതായത് നിറയെ പേർക്ക് അത് സാധിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ വരെ അത് 100% ഫലം കിട്ടിയത്. അത്രയ്ക്കും പവർ കാണിക്കുന്നതിനാലെയാണ് ഇതിനെ അത്രയും പവർഫുൾ ആയത് എന്ന് പറയുന്നതും. ഇത് വന്നിട്ട് മാസത്തിൽ ഒരു തവണ ചെയ്യാം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്തു വരാം.
ഇപ്പൊ മാസത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ, വരാഹി അമ്മനക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പഞ്ചമി പിക്ക് ചെയ്തെടുത്ത് ചെയ്തോളുക. അഷ്ടമിയിൽ ചെയ്യാം. ഇപ്പോ പഞ്ചമി ദിവസവും അഷ്ടമി ദിവസവും ഒക്കെ വരാഹി അമ്മനക്ക്, കാലഭൈരവർക്ക് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ അമ്മനക്ക് ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച നിങ്ങൾക്ക് മുരുക ഭഗവാന് വേണ്ടിയും ചെയ്യാം. പിന്നെ തിങ്കളാഴ്ച, ബുധനാഴ്ച, ശനിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളില് പിള്ളയാർക്ക്, ഗണപതി ഭഗവാന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഓരോരോ ദൈവത്തിനൊന്നും ഓരോരോ ദിവസം ഇല്ലേ, അത് നോക്കി നിങ്ങൾ ചെയ്തോളുക. ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഒരു 2-3 ആഴ്ച ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത രീതിക്ക് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ചുണ്ടയ്ക്ക എന്ന് പറയുന്നത് നമ്മള് കറി വെച്ച് കഴിക്കുന്നതല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയോ? ഇല്ലല്ലോ. സിദ്ധറുകളുടെ കുറിപ്പില് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അറിയാത്ത, പല താന്ത്രികവും മാന്ത്രികവും ഒക്കെയാണ് ഉള്ളത്. നിങ്ങൾ മനസ്സിൽ തോന്നും, ഓ ചുണ്ടയ്ക്ക വെച്ചിട്ട് ഇത് പറഞ്ഞു, ഓ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന്. ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആയ കാര്യമാണ്, ഒരുപാട് പേർക്ക് കൈ കൊടുത്തത്. സോ ഇത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പലതരം കയ്പ് അനുഭവിച്ചവരല്ലേ. ഈ കയ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മധുരം, ഇനിപ്പ് നമുക്ക് കൊണ്ടുത്തരും ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ. ഇപ്പൊ വീട്ടിലെ ചെയ്യുന്നവർക്ക് ഈ കായ് വന്നിട്ട് മാല ഇട്ട് കഴിഞ്ഞാല്, മാല എടുത്ത് എന്ത് ചെയ്യണം വെച്ചാല്, ഒരു 3 days മാല അങ്ങനെ പടത്തിൽ കിടന്നോട്ടെ. എന്നിട്ട് എടുത്തിട്ട് കാൽപെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ചില പേർക്ക് തോന്നാം, ഓ എനിക്ക് ഈ കാ കിട്ടില്ല, ഇപ്പൊ ഞാൻ എബ്രോഡാണ് ഇരിക്കുന്നത്, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടും കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഈ വേർഡ് മാത്രം യൂസ് ചെയ്താൽ മതിയോ എന്ന്. ഒന്നും പ്രശ്നമില്ല, ധാരാളമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർ നിങ്ങൾ ആഴ്ച തോറും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് ഈ വാക്ക് വന്നിട്ട് നിങ്ങൾ ഒരു നോട്ടിൽ എഴുതിക്കൊള്ളുക. ശരിയാ? കുറഞ്ഞത് 108 മുറ, 1008 മുറ, അങ്ങനെ നിങ്ങൾക്ക് ഏതാ പറ്റുന്നത്. 108 മുറയിൽ കുറഞ്ഞ് എഴുതാൻ പാടില്ല. 108 1008 അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിക്കൊള്ളുക. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ജപം പോലെ ജപിക്കാവുന്നതാണ്. ഹർ ഹർ, ഇതൊരു ബീജം. ശരിയാ? ഇത്രയും നന്മകള് ഇതിലിരിക്കുന്നുണ്ട്. അവശ്യം നിങ്ങൾ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിച്ചോളുക. ചുമ്മാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ അതിന്റെ പവർ വന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അത് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.